ഹലോ മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് ഉണ്ണിയപ്പം കഴിക്കണം തോന്നി. അപ്പോൾ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുത്ത ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് റവ എടുത്തു, കുറച്ച് മൈദ എടുത്തു, ഇനി കുറച്ച് അരിപ്പൊടി എടുക്കണം. അരിപ്പൊടി എടുത്തു. ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് ശർക്കര ഉരുക്കിയ പാനി. ശർക്കര ഉരുക്കിയ അരിക്കണം, അല്ലെങ്കിൽ കച്ചറയും കല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ്, എന്ത് മധുരപ്പലഹാരം ഉണ്ടാക്കണമെങ്കിലും നുള്ളു ഉപ്പിടണം. പിന്നെ നമുക്ക് അതിലേക്കൊരു നുള്ളു ബേക്കിംഗ് സോഡ, അപ്പം സോഡ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മാവൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ഒക്കെ ഒരുപാട് ആളുകൾ ഇട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഇടുന്നത് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ അരി അരച്ച് രാവിലെയൊക്കെ കൂട്ടിച്ച് വൈകുന്നേരമൊക്കെ ചുട്ടിയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊന്നുമല്ല, ഇപ്പോൾ പെട്ടെന്ന് വേണം തോന്നിക്കഴിഞ്ഞാൽ സാധനം വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് 2-3 സാധനം കൂടി ഞാൻ അതിൽ കൂട്ടുന്നുണ്ട് കേട്ടോ. എന്നാലും എന്താണെന്നറിയോ, ഉണ്ണിയപ്പം ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതെന്താണെന്നറിയോ, നമ്മളെ തേങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊത്തിയെടുത്ത് നമ്മൾ എണ്ണയിൽ വറുത്ത് കോരുക. എണ്ണയിൽ വറുത്ത് കോരി അതും, പിന്നെ വേണ്ടത് 4 ഏലക്കായ പൊടിച്ചിടുക. പിന്നെ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് എള്ളാണ്. ഞാൻ ഈ എള്ളും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും അതൊന്നും ഇടാറില്ല. ഇട്ട് കഴിഞ്ഞാൽ ആ എള്ളും ഈ വറുത്ത തേങ്ങയും കൂടി ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കടിക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടോളൂ. നല്ല അടിപൊളിയായിട്ട് ഉണ്ണിയപ്പം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാ അല്ലാ. ഓക്കേ.